ശബരിമല യുവതീ പ്രവേശനത്തിൽ ഒളിച്ചുകളി തുടർന്ന് സംസ്ഥാന സർക്കാർ നിലപാട് എന്ത് എന്നുള്ള ചോദ്യത്തിന് യെസ് ഓർ നോ പറയേണ്ട സാഹചര്യമില്ല എന്നാണ് നിയമമന്ത്രി പി രാജീവിന്റെ വാദം. ഇരുഭാഗങ്ങളും പരിശോധിച്ച ശേഷം സർക്കാർ നിലപാട് വ്യക്തമാക്കുമെന്നും മന്ത്രി പി രാജീവ് അറിയിച്ചു. ശബരിമല യുവതീ പ്രവേശനത്തിൽ സംസ്ഥാന സർക്കാർ മാർച്ച് 14-നകം നിലപാടറിയിക്കണമെന്നാണ് സുപ്രീം കോടതി നിർദ്ദേശം. എന്നാൽ വിഷയത്തിൽ നിലപാട് സ്വീകരിക്കുന്നതിൽ സർക്കാരിന് ആശയക്കുഴപ്പമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കലെത്തി നിൽക്കെ യുവതീ പ്രവേശനമെന്ന സർക്കാരിന്റെ പ്രഖ്യാപിത നയവുമായി മുന്നോട്ട് പോയാൽ തിരിച്ചടി നേരിടുമെന്നാണ് സർക്കാരിന്റെ ആശങ്ക. നിലവിൽ നോ എന്നോ എസ് എന്നോ പറയേണ്ട സാഹചര്യമില്ലെന്നും ഇരുഭാഗങ്ങളും തമ്മിൽ ആലോചിച്ച ശേഷം നിലപാട് വ്യക്തമാക്കാമെന്നുമാണ് നിയമമന്ത്രി പി രാജീവ് അറിയിച്ചത്. അതെങ്ങനെയാണ് രൂപപ്പെടുത്തേണ്ടത്, ആരൊക്കെ ചർച്ച ചെയ്യണം, എങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യം ഗവൺമെൻറ് ആലോചിച്ച് തീരുമാനിക്കും. സമയമുണ്ടല്ലോ. ആ ഭാഗമാണ് ആദ്യം ചർച്ച ചെയ്യാൻ പോകുന്നത്. ഭരണഘടനയുടെ നിങ്ങളുടെ ശ്രദ്ധയിലുണ്ടാവും 7 ഭാഗങ്ങളാണെന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഈ ഭാഗം എടുത്തപ്പോൾ അവർ തന്നെയാണ് ഇതിൻ്റെ റെഫർ ചെയ്യാൻ തീരുമാനം. ദ ഫോളോയിങ് ഇഷ്യൂസ് വെർ ഫ്രെയിംഡ് ഫോർ കൺസിഡറേഷൻ ടു ബി ഡിസൈഡ് ബൈ എ ലാർജർ ബെഞ്ച്. ഒന്ന്, റിഗാർഡിംഗ് ദ ഇൻ്റർപ്ലേ ബിറ്റ്വീൻ ദ ഫ്രീഡം ഓഫ് റിലീജിയൻ. ആർട്ടിക്കിൾ 25 പറയുന്ന ഫ്രീഡം, 25-26 പറയുന്ന ഫ്രീഡം ഓഫ് മതവിശ്വാസത്തിൻ്റെ സ്വാതന്ത്ര്യവും അതർ പ്രൊവിഷൻസ് ഇൻ പാർട്ട് 3, പർട്ടിക്കുലർ ആർട്ടിക്കിൾ 14 മറ്റ് മൗലികാവകാശങ്ങൾ, പ്രത്യേകിച്ച് 14-ാം ഭരണഘടനയുടെ ആർട്ടിക്കിൾ 14 പറയും തമ്മിൽ എങ്ങനെ നിൽക്കുന്നു, ഇതിവിടെ അപ്ലിക്കബിൾ ആണോ? യുവതീ പ്രവേശനം ഭക്തർ സർക്കാരിന് നൽകിയത് കനത്ത തിരിച്ചടിയാണ്. അതിൽ നിന്ന് സർക്കാർ ഇതുവരെ മുക്തമായിട്ടില്ല. ഇതാണ് തങ്ങളുടെ പ്രഖ്യാപിത പുരോഗമനവാദത്തിൽ നിന്നും പിന്നോട്ട് പോകാൻ സർക്കാരിനെ പ്രേരിപ്പിക്കുന്നത്. തെരഞ്ഞെടുപ്പ് അടുത്തതോടെ തിരിച്ചടി ഭയം മൂലമുള്ള താത്കാലിക മനംമാറ്റമാണോ സർക്കാരിൻ്റേത് എന്നാണ് ഹൈന്ദവ സംഘടനകളും നിരീക്ഷിക്കുന്നത്. മാർച്ച് 14-ാം തീയതിക്ക് ഉള്ളിലാണ് സർക്കാരിന് തീരുമാനമറിയിക്കാനുള്ള കാലാവധി. ഇതിൽ സർക്കാർ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ജനം, തിരുവനന്തപുരം.